വെൽക്കം ടു വൺസ് കോച്ചിങ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the range of an ammeter is to be extended from 250 milliampere to 2 ampere. If the 250 milliampere meter has an internal resistance of 10 ohm, what is the approximate value of the shunt resistance required to extend the range? Option A 1.43 ohm, option B 2.5 ohm, option C 5 ohm, option D 3.5 ohm. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീറ്റർ എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെ ചോദിച്ചിരിക്കുന്നത്? അമ്മീറ്ററിൻ്റെ മീറ്റർ എക്സ്റ്റൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മീറ്ററിൻ്റെ ആദ്യത്തെ ഇത് 250 milliampere ആയിരുന്നു ആ മീറ്ററിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് 2 ampere മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇതിനകത്തേക്ക് എത്ര വാല്യൂ ഉള്ള ഷണ്ട് റെസിസ്റ്റൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. RSH = RM/M-1. എന്താണ് RM? RM എന്ന് പറയുന്നത് ആ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ohm. ഇനി ഇവിടെ ഉള്ളത് M ആണ്. എന്താ M? M എന്ന് പറയുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. എത്രയാണ് ആ ഒരു മെഷർ ചെയ്യേണ്ട കറണ്ട് എത്രയാണ് എക്സിസ്റ്റിംഗ് മീറ്ററിൽ നിന്ന് നമ്മൾ പുതിയത് ഉള്ള മീറ്ററിലേക്ക് എത്രയാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ കാണാം? 2 / എത്രയാണ്? 250 milliampere ആണ്. അപ്പോൾ അതുകൊണ്ട് 250 × 10⁻³ ഇതെന്ന് പറഞ്ഞാൽ 2/0.25. നമുക്ക് ചെയ്ത ആൻസർ 8 എന്ന് കിട്ടും. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? 10/8 - 1 10/7. നമുക്ക് ആൻസർ 1.43 ohm. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1.43 ohm. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിക്കാറുള്ളത് ആ റെസിസ്റ്റൻസ് ഏതാണെന്ന് കാണാൻ പറയും. എന്നിട്ട് അത് ചിലപ്പോൾ ഷണ്ടെന്ന് വരും, പാരലൽന്ന് വരും, അങ്ങനെ പല രീതിയിലും തരാം. ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതും ഓർത്തിരിക്കുക, അമ്മീറ്ററിന് നമ്മൾ ഷണ്ടായിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ ആണെങ്കിലോ നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The needle of a MI ammeter oscillates around a central value. It may be due to poor, option A, damping torque, option B, controlling torque, option C, deflecting torque, option D, none of the above. എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ MI അമ്മീറ്ററിൻ്റെ നീഡിൽ അതിൻ്റെ സെൻട്രൽ വാല്യൂസ് എന്ന് പറയുന്നത് അത് ഏതാണോ മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 2 ampere ആണ് മെഷർ ചെയ്യണമെങ്കിൽ 2 ampereൻ്റെ എത്തിക്കഴിയുമ്പോൾ അത് അവിടെ സ്റ്റഡി ആകാതെ അവിടെ കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓസിലേഷൻ സംഭവിക്കുന്നത്? എന്തായിരിക്കും അതിന് റീസൺ? അപ്പോൾ നമുക്കിവിടെ പല ടോർക്കുകൾ തന്നിട്ടുണ്ട്. ആദ്യം ടോർക്കുകൾ എന്നാൽ നമുക്കൊന്ന് കാണാം. എന്താ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? നമുക്കറിയാം, നമ്മളൊരു മെഷർ ചെയ്യുമ്പോൾ എന്താണ് ആ പോയിന്റർ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അത് മൂവ് ചെയ്യും. ആ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കൊടുക്കുന്ന ആ ടോർക്കാണ് എന്ത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ കൊടുത്താൽ മാത്രമാണ് അത് എന്താണ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അത് നമുക്ക് വേണ്ട വാല്യൂയിലേക്ക് അത് മൂവ് ചെയ്യുള്ളൂ. ഇനി അടുത്ത ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് കൺട്രോളിങ് ടോർക്ക്. എന്താണ്? നമുക്ക് അത് മൂവ് ചെയ്തിട്ട് അത് എന്താണ് നമുക്ക് അത് ആ ഒരു ഫൈനൽ വാല്യൂവിൽ നമുക്ക് ഏതാണ് മെഷർ ചെയ്യേണ്ട ആ വാല്യൂ ചെന്ന് ആ നീഡിൽ നിൽക്കണം. ആ നീഡിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് ഒപ്പോസിറ്റായിട്ട് ഈക്വലായിട്ട് നമ്മൾ മറ്റൊരു ടോർക്ക് കൊടുക്കണം. ആ ടോർക്കാണ് എന്ത്? കൺട്രോളിങ് ടോർക്ക്. ഇപ്പോൾ ഇൻ കേസ് നോ കൺട്രോളിങ് ടോർക്ക് ആണെങ്കിൽ എന്താണ്? അതായത് 0 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റർ പിന്നെ എവിടെ ചെന്ന് എൻഡ് ചെയ്യുള്ളൂ? ആ ലാസ്റ്റ് ഫൈനൽ പോയിന്റിലാണ് എൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോളിങ് ടോർക്ക് കൊടുക്കുന്നത്. ഇനി ഈ നമ്മുടെ മീറ്ററിന് എന്തുണ്ട്? ഇനേർഷ്യ ഉണ്ട്. ആ ഒരു ഇനേർഷ്യ കാരണം എന്താണ് പ്രത്യേകത? ആ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കൂടുതലും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില നല്ല മീറ്റർ ആണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് ആ വാല്യൂ ചെന്ന് നിൽക്കും. ചിലപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഓസിലേഷൻ കുറയ്ക്കാൻ വേണ്ടി അതിനെ സ്റ്റഡി ആ വാല്യൂയിലേക്ക് നേരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടോർക്കാണ് എന്ത്? ഡാമ്പിങ് ടോർക്ക്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ വാല്യൂവിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? പുവർ ഡാമ്പിങ് ടോർക്ക്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡാമ്പിങ് ടോർക്ക്.
Next question. Rotation of a rotating induction type mechanical energy meter under no load condition can be reduced by option A, copper shading bands, option B, compensating coils, option C, eddy current damping, option D, drilling holes in the disc. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൊട്ടേറ്റിംഗ് ഇൻഡക്ഷൻ ടൈപ്പ് മെക്കാനിക്കൽ എനർജി മീറ്റർ. അതായത് എനർജി മീറ്റർ നമ്മൾ ഒരു ലോഡ് ഇല്ലെങ്കിലും അവിടെ എന്തായിരിക്കും, ആ മീറ്റർ കിടന്ന് പതുക്കെ കറങ്ങുന്നുണ്ടാവും. ആ നോ ലോഡ് കണ്ടീഷനിലും അത് കറങ്ങുന്നുണ്ടാവും. ആ കറങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ക്രീപ്പ്. അപ്പോൾ ആ ഒരു ക്രീപ്പ്, ആ ഒരു അവസ്ഥ അവോയ്ഡ് ചെയ്യാൻ, അപ്പോൾ അതിലെന്തായിരിക്കും സംഭവിക്കുന്നത്, ആ ഒരു ഇതിൽ പ്രഷർ കോയിലായിരിക്കും കറണ്ട് ഉണ്ടാവുന്നത്. കറണ്ട് കോയിലിൽ കറണ്ട് ഉണ്ടാവില്ല, പ്രഷർ കോയിലുള്ള ഒരു വോൾട്ടേജിൻ്റെ ബേസിസിലാണ് അത് നോ ലോഡ് കണ്ടീഷനിൽ കറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഇത് കറങ്ങുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കറങ്ങുന്നത്, അതായത് ആ പ്രോബ്ലത്തിന് വിളിക്കുന്ന പേരാണ് ക്രീപ്പ്. ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഏതാണ്, ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ ദ ഡിസ്ക്. നമ്മൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഹോൾസ് ഡ്രില്ല് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാം, ക്രീപ്പ് അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിലെ മീറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിനകത്തൊരു കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് ഉണ്ട്, അതും ഈ മീറ്ററിൽ തന്നെ ചെയ്യുന്നതാണ്. ലാഗ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പവർ ഫാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റിനെല്ലാം ചെയ്യുന്നതാണ് ഏതാണ്, കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിലെ നോ ലോഡ് കണ്ടീഷനിലെ ആ കറങ്ങുന്നത് കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ ദ ഡിസ്ക്. ഓക്കെ, ഇതാണ് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് ആയിരിക്കും നമ്മൾ പിന്നെ ഒരു കൺഫ്യൂസിങ് ആവുന്നത്. അത് യൂസ് ചെയ്യുന്നത് ലാഗ് അഡ്ജസ്റ്റ്മെൻറ്റിനാണ്, അല്ലെങ്കിൽ പവർ ഫാക്ടർ കറക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In load flow analysis, the role of slack bus is option A, as the reference bus, option B, as a bus which can absorb and give out active power, option C, as a bus which can absorb and gives out reactive power, option D, all of the above. അപ്പോൾ നമ്മുടെ ലോഡ് ഫ്ലോ അനാലിസിസിൽ എന്താണ് സ്ലാക്ക് ബസിൻ്റെ അഡ്വാൻറ്റേജ്, എന്തായിരിക്കും സ്ലാക്ക് ബസിൻ്റെ അഡ്വാൻറ്റേജ്? നമുക്കറിയാം സ്ലാക്ക് ബസ് ഈസ് ദ റെഫറൻസ് ബസ്. നമ്മൾ സ്ലാക്ക് ബസിനെയാണ് റെഫറൻസ് ബസ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ റിയലും റിയാക്റ്റീവ് പവർ ഡിപ്പെൻസ് അപ്പോൺ എന്താണ്, വോൾട്ടേജ് ആംഗിൾ ആണ്. സോ നമ്മൾ സ്ലാക്ക് ബസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വി ആംഗിൾ ഡെൽറ്റ, ഈ ആംഗിൾ ഡെൽറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലാക്ക് ബസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഓപ്ഷൻ കറക്റ്റാണ്, ആസ് ദ റെഫറൻസ് ബസ്. പിന്നെ ഇവിടെ രണ്ട് ഓപ്ഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഓൾ ഓഫ് ദ എബോവ്. ഈ സ്ലാക്ക് ബസ് ആണ് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ലോസസ് ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്തർ ഇറ്റ് വിൽ അബ്സോർബ് ആക്റ്റീവ് പവർ ഓർ എമിറ്റ് ആക്റ്റീവ് പവർ, ഓർ ഇറ്റ് വിൽ അബ്സോർബ് റിയാക്റ്റീവ് പവർ ഓർ എമിറ്റ് റിയാക്റ്റീവ് പവർ. ആ ട്രാൻസ്മിഷൻ ലൈനിൽ എങ്ങനെയാണോ ലോസ് നടക്കുന്നത് അതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ആര് ചെയ്യുന്നുണ്ട്, സ്ലാക്ക് ബസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലോസസിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഏതാണ് ഈ എല്ലാ ഓപ്ഷനും നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. ഇറ്റ് ഈസ് ആസ് ദ റെഫറൻസ് ബസ്, ആസ് എ ബസ് വിച്ച് ക്യാൻ അബ്സോർബ് ആൻഡ് ഗീവ്സ് ഔട്ട് ആക്റ്റീവ് പവർ, ആസ് എ ബസ് വിച്ച് ക്യാൻ അബ്സോർബ് ആൻഡ് ഗീവ്സ് ഔട്ട് റിയാക്റ്റീവ് പവർ. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ഇതാണ് സ്ലാക്ക് ബസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ. The analogous to electrical circuit quantity corresponding to the magnetic circuit quantity permeability is option A, conductivity, option B, accuracy, option C, susceptibility, option D, none of the above. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്വാണ്ടിറ്റി ഏതാണ്, പെർമിയബിലിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് അനലോഗസ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർമിയബിലിറ്റി എന്താണ്? പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ആ മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ എന്തോരം മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്, അതാണ് അതിനെ എത്ര കടത്തിവിടാൻ പറ്റുന്നുണ്ട്, അതാണ് എന്ത്, പെർമിയബിലിറ്റി. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അനലോഗസ് ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി? നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ മെറ്റീരിയലിലൂടെ എന്തോരം കറണ്ട് പാസ് ചെയ്യാൻ പറ്റും, അതായിരിക്കും എന്ത്, അതിന് അനലോഗസ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഏതായിരിക്കും? ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റി മീൻസ് നമ്മളൊരു ഇലക്ട്രിക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തോട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിലൂടെ എത്ര കറണ്ടിന് അതിന് പാസ് ചെയ്യാൻ പറ്റും, അതാണ് എന്ത്, കണ്ടക്ടിവിറ്റി. സോ
our answer is conductivity. Analogous quantity to permeability is conductivity. അതുപോലെ പെർമിയബിലിറ്റിയുടെ അതിനെ ഒപ്പോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? റിലക്ടിവിറ്റി. ഒപ്പോസ് ചെയ്യുന്നത് റിലക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ അതുപോലെ തന്നെ റിലക്ടിവിറ്റിയുടെ അനലോഗസ് അപ്പോൾ ഏതായിരിക്കും? റെസിസ്റ്റിവിറ്റി. അതാണ് അനലോഗസ് ക്വാണ്ടിറ്റീസ്. അതുപോലെ തന്നെ ആക്യുറസി മെഷർമെൻറ്റിൻ്റെ കേസിൽ വരുന്നതാണ്. അടുത്തത് സസെപ്റ്റബിലിറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അത് എന്തുമാത്രം പോളറൈസ്ഡ് ആവുന്നു. അത് ഇത് ചെയ്യുന്നതാണ് എന്ത്? അതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സസെപ്റ്റബിലിറ്റി എന്ന്. എന്തുമാത്രം അത് പോളറൈസ് ചെയ്തു. ഒരു ഡൈഇലക്ട്രിക്കിന് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അത് എന്തുമാത്രം പോളറൈസ് ചെയ്തു. അതാണ് സസെപ്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പല ക്വാണ്ടിറ്റീസും അനലോഗസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. നെക്സ്റ്റ് വൺ, a measure of repeatability of measurement of a quantity is option A precision, option B accuracy, option C significant, option D none of the above. എന്താണ് മെഷർമെൻറ്റിൽ റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ആദ്യം ഒരു മെഷർമെൻറ്റ് എടുത്തു, വീണ്ടും ഒന്നും കൂടെ അതെടുത്തു, അതിനെ എടുക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രിസിഷൻ. അതായത് നമ്മൾ ആദ്യം ഒരു മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 10 ആംപിയർ ആണ്. വീണ്ടും മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടേണ്ടത്? 10 ആംപിയർ തന്നെ കിട്ടണം. അങ്ങനെ ആ എത്രയാണോ നമ്മൾ ആ പ്രീവിയസ് മെഷർമെൻറ്റിന് അടുത്ത് എത്രയാണോ കിട്ടുന്നത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിസിഷൻ എന്ന് വിളിക്കുന്നത്. സോ എ മെഷർ ഓഫ് റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് പ്രിസിഷൻ. ഇനി ഇവിടെ വേറെ 2 ടേംസും കൂടെ ഉണ്ട്, ആക്യുറസി, സിഗ്നിഫിക്കൻറ്റ്. എന്താ ആക്യുറസി? ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു വാല്യൂ എത്രയാണെന്നുള്ളതുണ്ടോ? അപ്പോൾ നമുക്ക് ആ കിട്ടേണ്ട വാല്യൂനോട് ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്യുറസി. നമുക്ക് എത്രയാണോ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ വാല്യൂനോട് എത്രമാത്രമാണോ അടുത്ത് വരുന്നത്, അപ്പോൾ എന്തായിരിക്കും? അത് അത്രമാത്രം ആക്യുറസി ആയിരിക്കും. ഇനി അടുത്തത് സിഗ്നിഫിക്കൻറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 23.333 അങ്ങനെ ഒരു റീഡിങ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും എന്ത്? 23.3നേക്കാൾ ആക്യുറേറ്റ്. അപ്പോൾ ആ ഡിജിറ്റ്സ് ആക്യുറസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഡിജിറ്റ്സിനെയാണ് നമ്മളിത് വിളിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ്. സോ ഇതുപോലത്തെ ടേംസ് ഉണ്ട്. ടേംസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, of the power electronic circuit employing power MOSFET has a higher switching frequency because option A MOSFET is a majority carrier device, option B MOSFET has high input impedance, option C MOSFET has insulated gate, option D MOSFET has low signal to noise ratio. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പവർ മോസ്ഫെറ്റിന് ഹയർ സ്വിച്ചിങ് ഫ്രീക്വൻസിയാണ്. അതിൻ്റെ റീസൺ എന്താണ്? നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം മോസ്ഫെറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇതൊരു മെജോറിറ്റി ക്യാരി ഡിവൈസ് ആണ്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ഇൻസുലേറ്റഡ് ഗേറ്റ് ഉണ്ട്, ലോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. പക്ഷെ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് ഹയർ സ്വിച്ചിങ് ഫ്രീക്വൻസിയുടെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു മോസ്ഫെറ്റ് ഈസ് എ മെജോറിറ്റി ക്യാരിയർ ഡിവൈസ്. ആൻസർ ആണ് മോസ്ഫെറ്റ് ഈസ് എ മെജോറിറ്റി ക്യാരിയർ ഡിവൈസ്. അതുകൊണ്ടാണ് അതിനെന്തുള്ളത്? ഇറ്റ് ഹാസ് ഹയർ സ്വിച്ചിങ് ഫ്രീക്വൻസി. ഇത് മോസ്ഫെറ്റിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ഇൻസുലേറ്റഡ് ഗേറ്റ് ആണ്, ലോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് എ മെജോറിറ്റി ക്യാരിയർ ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an ammeter is found to have a cramped scale. This is because option A it employs eddy current damping, option B it has spring control, option C its deflecting torque has a non-linear variation with respect to current, option D of both B and C. അപ്പോൾ അമ്മീറ്ററിന് ക്രാംപ്ഡ് സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോൺ ലീനിയർ സ്കെയിൽ. നോൺ ലീനിയർ എന്തായിരിക്കും നോൺ ലീനിയർ? നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലാണ്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ ലീനിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മീറ്ററിൻ്റെ കേസിൽ അതിനതുപോലെ എന്തായിരിക്കും അതിന് കാരണം? ഇവിടെ അമ്മീറ്ററിൻ്റെ കേസിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. ആ ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്.
അപ്പോൾ എങ്ങനെയായിരിക്കും? ആ ഒരു ലീനിയർ ആയിട്ടായിരിക്കില്ല സ്കെയില് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീനിയർ അല്ലാത്തത് കൊണ്ടാണ് എന്താണ് ആ ഡിഫ്ലക്ഷൻ ടോർക്ക് ലീനിയർ അല്ലാത്തത് കൊണ്ടാണ് എന്താണ് നമുക്ക് അമ്മീറ്ററിന് ക്രാംപ്ഡ് സ്കെയിലുള്ളത്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മീറ്റർ കാണുമ്പോൾ അറിയാം, ഈ നോൺ ലീനിയർ സ്കെയിൽ ആകുമ്പോൾ ആദ്യത്തെ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ കൺജസ്റ്റഡ് ആയിരിക്കും, തിക്കായിട്ടായിരിക്കും വാല്യൂസ്. ബാക്കി കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ റിലാക്സ്ഡ് രീതിയിലായിരിക്കും. ആ ആദ്യത്തെ മാത്രം കുറച്ചിങ്ങനെ ഒരു കൺജഷൻ ഉണ്ട്. അതായതുകൊണ്ടാണ് ഈ ഒരു റീസൺ കൊണ്ടാണ്. സോ അവർ ആൻസർ ഈസ് ഇറ്റ്സ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഹാസ് എ നോൺ ലീനിയർ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു കറണ്ട്. അപ്പോൾ അമ്മീറ്ററിൻ്റെ കേസിൽ എന്താണ്? ഡിഫ്ലക്ഷൻ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീനിയറി അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കെയിലും അതുപോലെ എന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും? കുറച്ച് കൺജഷൻ ആയിരിക്കും. Next one, which one of the following is equal to 1 ampere of current? Option A, Siemens per second. Option B, watt per second. Option C, joule per second. Option D, coulomb per second. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 ampere of current. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ 1 ampere of current ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണ്? 1 ampere equal to 1 coulomb of charge flowing per second. ഇതാണ് 1 ampere നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏതായിരിക്കും 1 ampere എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് 1 ampere എന്താണ്? 1 ചാർജ് ഓഫ് 1 coulomb flowing per second. അതായത് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ചാർജ് പെർ ടൈം. അതായിരുന്നു എന്ത്? കറണ്ടിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 1 ampere എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 coulomb flowing per 1 second. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, coulomb per second. Next question. The value of a specific gravity of a lead acid battery under fully charged condition is approximately. Option A 1.21, option B 2, option C 2.8, option D none or the above. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? അത് നമ്മൾ അതിനകത്ത് ഒരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ വെയിറ്റ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ടു ദ വെയിറ്റ് ഓഫ് ദ ഈക്വൽ എമൗണ്ട് ഓഫ് പ്യുവർ വാട്ടർ. ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് അവർ രണ്ടിൻ്റെയും വെയിറ്റ് കമ്പയർ ചെയ്യണത്. അതായത് അതിനകത്തെ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. സോ വെയിറ്റ് ഓഫ് ദാറ്റ് ഇലക്ട്രോലൈറ്റ്, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ദാറ്റ് ഈസ് കമ്പയർഡ് ടു ദ ഈക്വൽ എമൗണ്ട് ഓഫ് പ്യുവർ വാട്ടർ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിഫറൻസ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ 1.21. അതാണ് ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ളതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ഈ വാല്യൂ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10-15 volt batteries each having an internal resistance of 3 ohm are connected in series such that one is aiding the others. Its Norton equivalent circuit has option A current source of 0.5 ampere and parallel resistance of 3 ohm, a current source of 5 ampere and parallel resistance of 30 ohm, a current source of 2.5 ampere and parallel resistance of 30 ohm, D none of the above. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 10-15 വോൾട്ട് ബാറ്ററി ഉണ്ട്. 10-15 അവർക്കൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm ഉണ്ട്. അപ്പോൾ നമുക്ക് 15 വോൾട്ട് ബാറ്ററി, അവർക്ക് 3 ohm. അപ്പോൾ 15 വോൾട്ട് ബാറ്ററി 10, അപ്പോൾ എത്രയാ വോൾട്ടേജ്? എത്ര വരും? നമുക്ക് 150 വോൾട്ടേജ് വരും. 15 × 10 ബാറ്ററി ഉണ്ടല്ലോ, അപ്പോൾ അത്രയും വോൾട്ടേജ്. എത്ര ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്? ഒരെണ്ണത്തിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm ആണ്. അപ്പോൾ അതുപോലെ എത്ര ഉണ്ട്? നമുക്ക് 10 ഉണ്ട് എന്ന് പറഞ്ഞാൽ n = 10 ഉണ്ട്. ഇതുപോലെയാണ് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. നമുക്കിതിൻ്റെ നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്താണ്? നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട്, നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്തായിരിക്കും? നമ്മൾ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്. കറണ്ട് സോഴ്സിനെ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഈ ഒരു ടെർമിനലിൽ നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഈ ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഇങ്ങോട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്. അതുപോലെ എന്തായിരിക്കും ആ കറണ്ട് സോഴ്സ്? നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്.
current source in parallel with the resistance. അപ്പോൾ ഈ കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര. അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് V/R. വി എത്രയാണ്? വി നമുക്കറിയാം 150 വോൾട്ട്. ആർ എത്ര വരും? 3 × 10. അപ്പോൾ എന്താണ് 15/3? കറണ്ട് എത്രയാണ്? 5 ആംപിയർ. അപ്പോൾ ഇവിടെ എത്ര വരും? 5 ആംപിയർ. കറണ്ട് 5 ആംപിയർ. ഇനി നമുക്ക് ഇവിടെ വേണ്ട റെസിസ്റ്റൻസ്, ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 30 ഓം. അപ്പോൾ ഇവിടെ ആർ എത്ര വരും? 30 ഓം. അപ്പോൾ നമ്മുടെ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? 5 ആംപിയർ പാരലൽ ടു 30 ഓം. 5 ആംപിയർ കറണ്ട് സോഴ്സ് പാരലൽ ടു 30 ഓം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഈസ്, നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, എ കറണ്ട് സോഴ്സ് ഓഫ് 5 ആംപിയർ ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് ഓഫ് 30 ഓം. ഈ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് അതുപോലെ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻസിലൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a power electronic circuit, a freewheeling diode is used across a DC load to option A, reduce output voltage ripple, option B, prevent reversal of load voltage, option C, control output current ripple, option D, all of the above. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമുക്കൊരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട് അക്രോസ് എ DC ലോഡ്. എന്താണ് ആ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ പേർപ്പസ്? നമുക്കറിയാം നമ്മളിങ്ങനെയാണ് ഫ്രീ വീലിംഗ് ഡയോഡ് ലോഡിന് അക്രോസ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഫ്രീ വീലിംഗ് ഡയോഡ് ലോഡിന് അക്രോസ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ കേസിൽ ഇവിടുത്തെ ഡയോഡ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ ഒരു കേസിൽ നമുക്കിവിടെ സപ്ലൈ ഉണ്ടാകുമ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയി കഴിയുമ്പോൾ ഈ ലോഡിൽ കൂടെ ഇതിപ്പോൾ ഒരു RL ലോഡാണ്. ഈ ലോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തായിരിക്കും? ഈ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ആദ്യത്തെ പോസിറ്റീവ് സൈക്കിൾ. ഇനി എന്തായിരിക്കും? അടുത്തൊരു നെഗറ്റീവ് സൈക്കിൾ വരുവാണ്. നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും? അത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഈ ഡയോഡ് എന്തായിരിക്കും? ഈ ഡയോഡ് നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഇതിലൂടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നടക്കും. അപ്പോൾ എപ്പോഴും ലോഡിൽ എന്തുണ്ടാവും? റോഡിൽ എപ്പോഴും നമുക്ക് ലോഡ് വോൾട്ടേജ് റിവേഴ്സ് ചെയ്യാതെ അല്ലെങ്കിൽ എന്താ ഇതിനകത്തുള്ളത് ഇങ്ങോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത റിവേഴ്സൽ സംഭവിക്കാൻ ഇടയാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ കേസിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി അടുത്ത കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്ത് വരാം. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനും ആര് സഹായിക്കും നമ്മളെ? ഫ്രീ വീലിംഗ് ഡയോഡ്. സോ എന്തായിരിക്കും ആൻസർ? ഇറ്റ് പ്രിവെൻറ്റ് റിവേഴ്സൽ ഓഫ് ദ ലോഡ് വോൾട്ടേജ്. ലോഡ് വോൾട്ടേജിൻ്റെ റിവേഴ്സൽ. കാരണം ഇതിപ്പോൾ റിവേഴ്സ് ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് ഇൻഡക്ടറിലെ എനർജി ആദ്യത്തെ കേസിൽ പ്ലസ് മൈനസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സൽ വരുവാണെങ്കിലും എന്ത് വരും? ഇവരെന്തായിരിക്കും? ഈ ഫ്രീ വീലിംഗ് ഡയോഡ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഒരിക്കലും എന്താണ് റിവേഴ്സൽ ഓഫ് ലോഡ് വോൾട്ടേജ് നടക്കില്ല. അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്രീ വീലിംഗ് ഡയോഡ് എന്തായിരിക്കും? നമ്മളെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇൻഡക്ടറിലുള്ളത് ഫ്രീ വീൽ ചെയ്യാനും നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പേർപ്പസ്? ഇറ്റ് പ്രിവെൻറ്റ് റിവേഴ്സൽ ഓഫ് ദ ലോഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A power electronic circuit which can give a 2.5 volt 30 Hz output wave from a supply of 5 volt 60 Hz supply is option A, voltage source converter, option B, cyclo converter, option C, flyback converter, option D, none of the above. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. അതിൽ 2.5 വോൾട്ട് 30 ഹെർട്സ്. ശ്രദ്ധിക്കുക, 2.5 വോൾട്ട് 30 ഹെർട്സ് waveform from a supply of 5 volt 60 hertz. അപ്പോൾ 5 volt 60 hertz സപ്ലൈ നമുക്ക് ഏതാ കിട്ടിയേ? 2.5 വോൾട്ട് 30 ഹെർട്സ്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എന്താ ചേഞ്ച് ആയിരിക്കുന്നത്? മെയിൻ ഒരു ക്രൈറ്റീരിയ. ഇറ്റ് ഈസ് ഫസ്റ്റ് കേസ് 60 ഹെർട്സ്, നൗ ഇറ്റ് ഈസ് 30 ഹെർട്സ്. അപ്പോൾ ആരാ ചേഞ്ച് ആയിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടർ ഏതാണ്? ഇറ്റ് ഈസ് സൈക്ലോ കൺവേർട്ടർ. അപ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏതാ യൂസ് ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് സൈക്ലോ കൺവേർട്ടർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സൈക്ലോ കൺവേർട്ടർ.
ഇനി ഈ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ HVDC ട്രാൻസ്മിഷന് HVAC ടു HVDC കൺവേർഷന് യൂസ് ചെയ്യുന്നതാണ് വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ. അത് സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടർ ആണ്. വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ ഈസ് എ സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടർ. ഇനി ഈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്ലൈ ആരായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഇനി അടുത്ത് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ഉണ്ട്. അതൊരു AC ടു DC അല്ലെങ്കിൽ DC ടു DC കൺവേർട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ. സോ നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ 60 Hz ടു 30 Hz ഫ്രീക്വൻസി ചേഞ്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സൈക്ലോ കൺവേർട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Output voltage of a simple ideal buck type DC to DC converter working in continuous current mode with an input voltage of 12 volt and turn on time 5 millisecond and switching frequency 50 Hz is. എന്താ ചോദിച്ചിരിക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ബക്ക് കൺവേർട്ടർ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ബക്ക് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടറിന്റെ പ്രത്യേകത എന്താ? ഇതൊരു DC ടു DC കൺവേർട്ടർ. എന്തായിരിക്കും ഈ ബക്ക് കൺവേർട്ടറിൽ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ എന്ത് ചെയ്യുവാണ്? സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണ്. ഇൻപുട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. V0 ഈക്വൽ ടു ഡെൽറ്റ VS. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം. അത് എങ്ങനെയായിരിക്കും? ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഈക്വൽ ടു T/T. ഇതാണ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ബക്ക് കൺവേർട്ടറിന് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുന്ന ഇക്വേഷൻ ആണ് V0 ഈക്വൽ ടു ഡെൽറ്റ VS. ഡെൽറ്റ എന്താ? T/T. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് VS 12 വോൾട്ട്. പിന്നെ ഓൺ ടൈം തന്നിട്ടുണ്ട് 5 മില്ലിസെക്കൻഡ്. പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? സ്വിച്ചിങ് ഫ്രീക്വൻസി 50 Hz. സ്വിച്ചിങ് ഫ്രീക്വൻസി ആണ് നമുക്ക് 50 Hz തന്നിരിക്കുന്നത്. സ്വിച്ചിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? ടോട്ടൽ ടൈം T ഈക്വൽ ടു എന്ത് വരും? 1/50. ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എങ്ങനെയാണ്? V0 ഈക്വൽ ടു ഡെൽറ്റ T ഓൺ 5 മില്ലിസെക്കൻഡ് 5 × 10⁻³ ഡിവൈഡ് ബൈ ഏതാണ്? VS ഇവിടെ ബൈ T എന്ന് പറയുന്നത് 1/50 ഇൻറ്റു അടുത്തത് ഏതാണ്? VS എത്രയാണ് തന്നിട്ടുണ്ട്? 12 വോൾട്ടേജ്. ഇനി നമ്മളിത് എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ 5 × 12 × 50 × 10⁻³ നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? നമുക്ക് വരുന്നത് 3 വോൾട്ട് എന്നാണ് വരുന്നത് ആൻസർ. 12 × 50 എന്ന് പറയുമ്പോൾ 600 × 5 3000. അത് 10⁻³ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3 വോൾട്ട്. അവർ ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ സി 3 വോൾട്ട്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V0 ഈക്വൽ ടു ഡെൽറ്റ VS. അപ്പോൾ അവിടെ നമുക്ക് ഏതാണ്? ഡെൽറ്റ എന്ന് പറയുന്നത് T/T. ഇനി T ഓൺ എന്ന് പറയുന്നത് ഏത് സമയമാണ്? നമുക്ക് ടേൺ ഓൺ ടൈം എത്രയാണ് അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ നമുക്ക് സ്വിച്ചിങ് ഫ്രീക്വൻസി തന്നിരിക്കുന്ന പർപ്പസ് എന്തിനാണ്? ടോട്ടൽ ടൈം. ഈ T ആണ്. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/T ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് T കാണാൻ പറ്റും. T ഈക്വൽ ടു 1/F. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 3 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per Kelvin's law, the most economical size of conductor is that of for which? Option A, the variable part of the annual charge is equal to the cost of annual energy loss. Option B, the cost part of the annual charge is equal to the cost of energy losses per year. Option C, the variable part of the energy charges is equal to the cost of annual energy losses. Option D, the constant part of the energy charges is equal to the cost of annual energy loss. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കെൽവിൻസ് ലോ. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. കെൽവിൻസ് ലോ സേസ് ദാറ്റ് the variable part of the annual charges is equal to the cost of the annual charge loss. The variable part of the annual charges is equal to the cost of the annual energy loss. അതാണ് എന്ത് ചെയ്യുന്നത്? കെൽവിൻസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question. Power supply used for dielectric heating will normally have a frequency in the range
Option A 1 to 5 kilohertz, Option B 1 to 5 megahertz, Option C 10 to 50 megahertz, Option D 10 to 50 kilohertz. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡൈഇലക്ട്രിക് ഹീറ്റിങ്ങിന് എത്രയാണ് ഫ്രീക്വൻസി? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഇറ്റ് ഈസ് എ ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ്. അപ്പോൾ എന്തായിരിക്കും ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കും. നമ്മൾ ആ ഒരു ഹൈ ഫ്രീക്വൻസി അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡൈഇലക്ട്രിക് ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്നത്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ സി 10 to 50 megahertz. Next question. Referring to a power plant, the term hot reserve refers to Option A reserve generating capacity not in service but in operation, B reserve generating capacity not in service but available, Option C reserve generating capacity in service but not in operation, Option D all of the above. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ പവർ പ്ലാന്റിൽ ഹോട്ട് റിസർവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഹോട്ട് റിസർവ് യൂസ് ചെയ്യുന്നത്? ഹോട്ട് റിസർവ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ലോഡ് ഡിമാൻഡ് വന്നു, നമുക്കപ്പോൾ അതിനുള്ളൊരു ഇൻപുട്ട് കൊടുക്കാനില്ല. അപ്പോൾ എന്താണ് ഈ ഹോട്ട് റിസർവിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കൂടി അത് മീറ്റ് ചെയ്യാനുള്ളത് നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് റിസർവിൽ വെച്ചിരിക്കുന്നത് ഉള്ള വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അത് എപ്പോഴും സർവീസിലില്ല, പക്ഷേ എന്താണ് ഓപ്പറേഷനിലുണ്ട്. നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് അത് എന്തായിരിക്കും ആക്റ്റീവായിരിക്കും. അല്ലാത്തപ്പോൾ അത് എന്താണ് സർവീസിലില്ല. സോ അതെന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ റിസർവ് ജനറേറ്റിംഗ് കപ്പാസിറ്റി നോട്ട് ഇൻ സർവീസ് ബട്ട് ഇൻ ഓപ്പറേഷൻ. നമുക്ക് ലോഡ് ഡിമാൻഡ്സിനനുസരിച്ചായിരിക്കും നമ്മൾ എന്താണ് ഹോട്ട് റിസർവ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോഡ് കൂടുതലാവാണ്, നമ്മൾ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ ലോഡ് ഡെയിലി മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലോഡിനേക്കാൾ പെട്ടെന്ന് കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഹോട്ട് റിസർവ് ഈസ് നോട്ട് ഇൻ സർവീസ് ബട്ട് ഇൻ ഓപ്പറേഷൻ. എപ്പോൾ ആവശ്യം വന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കണ്ടിന്യൂസ് യൂസിങ്ങിൽ അത് സർവീസിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The metals normally used in HRC fuse are Option A tin and lead, Option B tin and silver, Option C aluminum and lead, Option D aluminum and copper. HRC fuse എന്ന് വെച്ചാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്. ആ ഫ്യൂസിന് വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റലാണ് ടിൻ ആൻഡ് സിൽവർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ടിൻ ആൻഡ് സിൽവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The transient stability of a power system can be improved by Option A using rotor of lower moment of inertia for generator, Option B using parallel lines, Option C using low system voltage, Option D none of the above. നമുക്ക് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിയാക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഡബിൾ ലൈൻ കൊടുക്കുക അല്ലെങ്കിൽ പാരലൽ ലൈൻ. അപ്പോൾ ഡബിൾ ലൈനിൽ പാരലൽ ലൈൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും എഫക്റ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്ക് എന്താണ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് യൂസിങ് പാരലൽ ലൈൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ പി യൂസിങ് പാരലൽ ലൈൻസ്. ഇപ്പം നമ്മൾ ഇതിനകത്തെ ഫസ്റ്റ് പാർട്ടാണ്, ഒരു ഫസ്റ്റ് സെഷനാണ് കഴിഞ്ഞത്. അറൗണ്ട് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. അപ്പോൾ ബാക്കിയുള്ള നമുക്കിനി സെഷൻ 2 കാണാം. താങ്ക് യു.